രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഈ പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്നതാണ്. അത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എയർ കണ്ടീഷൻ ഇടുമ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു 25 ഡിഗ്രി ആയിട്ടെങ്കിലും നമ്മുടെ AC ഫിറ്റ് ചെയ്യണം. 2 ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രി കാലങ്ങളിൽ ഉപയോഗം കുറയ്ക്കണം. ഇങ്ങനെ നിലപാടെടുക്കുന്ന കൃത്രിമ കട്ടുണ്ടാക്കി പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് സമ്പത്തുണ്ടാക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളും വൈദ്യുതി മേടിക്കും. എന്നിട്ട് ഇഷ്ടം പോലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സതീശനും UDFും എന്നാണ് അത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് വൈദ്യുതി അന്നും ഇന്നും നമുക്ക് ആവശ്യമായത്ര ഇല്ല. വിദ്യുച്ഛക്തി പൊതുവിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട കരുതൽ ഇപ്പോൾ ഈ പല വിസ്മയങ്ങളും തീർക്കുന്ന ഈ ഗവൺമെൻറ് വിദ്യുച്ഛക്തി ലഭ്യമാക്കുക തുടങ്ങിയ പ്രാഥമിക പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് പറയാനുള്ളത്. എങ്ങനെ പോയ നാടാണ്? മഴയുണ്ടായാലും ഇല്ലേലും, എൽനിനോ വന്നാലും പോയാലും, AC 27ലോ 25ലോ കുറവിലിട്ടാലും ഇല്ലേലും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്നത് 2016 ശേഷം ജനിച്ച കുട്ടികൾക്ക് അറിയുക പോലുമില്ലായിരുന്നു. പക്ഷേ ഇതാ പുതുയുഗ വിസ്മയം പിറന്നപ്പോൾ കറണ്ടുമില്ല. കറണ്ട് കട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദയുമില്ലാത്ത അറഞ്ചം പുറഞ്ചം. പകലും രാത്രിയിലുമൊക്കെ തോന്നിയതുപോലെ സമയമില്ല, ദൈർഘ്യത്തിൽ ക്ലിപ്തതയില്ല. തോന്നിയ സമയം തോന്നിയ നേരം വരെ. അരമണിക്കൂർ എന്ന് പറയും, പക്ഷേ പകലും രാത്രിയിലുമായി നിരവധി മണിക്കൂറുകളിലാണ് കറണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പോരാത്തതിന് ലോകകപ്പ് കാലത്ത് KSEB ജീവനക്കാരെ ജനരോഷത്തിന് മുന്നിൽ തള്ളിയിട്ട് കൊലയ്ക്ക് കൊടുക്കുന്നു. ഇതിനേക്കാൾ പ്രതിസന്ധി വന്നിട്ട് പോയിട്ടില്ല. ഇപ്പോൾ കറണ്ട് പോകുന്നു. ഭരിക്കുന്നവരുടെ പിടിപ്പുകേടോ? സ്വാഭാവികമായ സംശയം. പിടിപ്പുകേട് എന്നതിനപ്പുറത്തേക്ക് പ്രതിസന്ധി കാട്ടി വിദ്യുച്ഛക്തി മേഖലയെ കൂടി സ്വകാര്യ മേഖലയ്ക്ക് നൽകാനുള്ള പൂക്കിപ്പോക്കാണെന്ന് പറയുന്നവരും കുറവല്ല. കാരണം അദാനിക്കും അംബാനിക്കുമൊക്കെ കറണ്ട് വിൽപ്പന കച്ചവടമുണ്ടല്ലോ. സോളാർ പാനലിലൂടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന നാട്ടുകാരോടും അവരുടെ വൈദ്യുതി കളഞ്ഞ് ദ്രോഹം ചെയ്യുന്നു KSEB എന്നും സംസാരമുണ്ട്. നല്ലോണം പോയ വൈദ്യുതി മേഖലയിൽ ഇപ്പോൾ പ്രതിസന്ധി എങ്ങനെ വന്നു? ഒരു പവർ കട്ടുമില്ലാത്ത പിണറായിയുടെ 10 വർഷത്തിൽ നിന്ന് VD സതീശനിലെത്തിയപ്പോൾ എങ്ങനെ കറണ്ട് കട്ട് വരുന്നു? ഇതും പൂക്കിക്കാലത്തെ പുതുയുഗ വിസ്മയമോ? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: MG സുരേഷ് കുമാർ, KSEB മുൻ ഉദ്യോഗസ്ഥൻ, ജീവനക്കാരുടെ സംഘടനാ നേതാവ്; CP രാജശേഖരൻ, കോൺഗ്രസ് സഹയാത്രികൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ; അഡ്വക്കേറ്റ് N ലാൽകുമാർ, ഇടതു രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം ശ്രീ CP രാജശേഖരനിലേക്ക്. ശ്രീ CP, മന്ത്രി പോലും, വകുപ്പ് മന്ത്രി പോലും നമുക്ക് ധൈര്യം പകരേണ്ട ഭരിക്കുന്നവർ കൈമലർത്തുകയാണ്. അവർ പോലും നമ്മളോട് പറയുകയാണ് 27 AC ഇടണമെന്ന്. 25 എന്നുള്ളത് മാറ്റി 27 ആക്കുന്നു. 27 ആക്കിയാൽ ഒരു തണുപ്പും കിട്ടത്തില്ല. ഇങ്ങനെ ഒരു കാലത്താണ് ഇത്തരത്തിൽ, ഈ ചൂടുകാലത്താണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി വരുന്നത്. പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പോലും പവർ കട്ടിന് ഇരയായി പരസ്യമായി വേദിയിൽ. തീർച്ചയായിട്ടും നമ്മുടെ ഈ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് വൈദ്യുതി രംഗത്തെ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് 1970-കൾ വരെ, 75-76 കാലഘട്ടങ്ങൾ വരെ കേരളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ മിച്ച സംസ്ഥാനമായിരുന്നു. രാജ്യത്ത് അങ്ങനെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ മിച്ചം കാണിക്കുന്ന, അല്ലെങ്കിൽ അധിക വൈദ്യുതി, അതും ഹൈഡൽ വൈദ്യുതി വിൽക്കാൻ കഴിയുന്ന അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു കേരളം. അന്ന് നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ അന്നത്തെ പെർ ക്യാപിറ്റ ഉപയോഗം എന്ന് പറയുന്നത് ഏതാണ്ട് 95-96 യൂണിറ്റ് ആയിരുന്നു ഒരു ദിവസത്തെ ഒരാളിൻ്റെ ശരാശരി ഒരു വർഷത്തെ ശരാശരി ഉപയോഗം എന്ന് പറയുന്നത്. അന്ന് നമ്മളുടെയൊക്കെ നാട്ടിൽ AC ഉള്ള വീടുണ്ടായിരുന്നില്ല, AC തന്നെ ഉണ്ടായിരുന്നില്ല, ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല, മറ്റ് ഇന്ന് കാണുന്ന ആധുനിക സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അവസാനം, ഇന്നലത്തെ കണക്ക് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ കണക്കുമ്പോൾ കേരളത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം 24 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് ചുരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ. അതേസമയം നമ്മുടെ ഉപയോഗം 86 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് വളരുകയും ചെയ്തിരിക്കുന്നു.
അപ്പോൾ ഈ വലിയ ഗ്യാപ്പ്, ഒരു 4 ഇരട്ടിയോളം വരുന്ന വലിയ ഗ്യാപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വൈദ്യുതിയുടെ പ്രതിസന്ധി ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷം, ഇപ്പോൾ ഈ നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞ 10 വർഷം ഇവിടെ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതുതായിട്ടൊരു ഗവൺമെന്റ് വന്നപ്പോൾ കഴിഞ്ഞ 1 മാസത്തിനിടയിലാണ് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായത് എന്നൊരു ധ്വനി നമുക്ക് ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ 1 മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അല്ലെ വളരെ 1 വർഷം കൊണ്ടോ ഉണ്ടായ ഒരു പ്രതിസന്ധി അല്ല ഇത്. നമ്മൾ കണക്കാക്കേണ്ടത് 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ വൈദ്യുതിയുടെ അഭൂതപൂർവമായ ഉപയോഗം, അത് ഒരു മൊബൈൽ ഫോൺ ചാർജ് മുതൽ നമ്മുടെ എറണാകുളത്തെ കൊച്ചി എറണാകുളം മെട്രോ റെയിൽ വരെയുള്ള വൈദ്യുതി ഉപയോഗത്തിൽ വന്നിരിക്കുന്ന വർദ്ധിച്ച വമ്പൻ വർധന, ഈ വമ്പൻ വർധനയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി ഒരു വഴിയും അല്ലെങ്കിൽ ഉത്പാദന മേഖലയിൽ കാര്യമായ ഒരു നടപടിയും ഒരു വഴിയും നമ്മൾ കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന കരാറുകൾ പ്രകാരം നമുക്ക് ആ കരാറുകൾ റദ്ദാക്കുക വഴി നമുക്ക് അധിക സാമ്പത്തിക ബാധ്യത കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ 2 പ്രതിസന്ധികളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഉപയോഗം വളരെ കൂടിയിരിക്കുന്നു. ഇന്ന് AC ഇല്ലാത്ത വീടുകളില്ല എന്ന് പറയുന്നത് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഓട്ടോമൊബൈലുകളുടെ 30% ഇന്ന് വൈദ്യുതി രംഗത്തേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെഹിക്കിളുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. 2030 ആവുമ്പോഴേക്കും, അതായത് അടുത്ത ഒരു 2-3 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ ഓടുന്ന കാറുകളുടെയും ബൈക്കുകളുടെയും ബസ്സുകളുടെയും ഒക്കെ എണ്ണം ഇന്നുള്ളത് അല്ലെങ്കിൽ അന്ന് ഓടുന്നതിന്റെ നേരെ പകുതിയെങ്കിലും ഇലക്ട്രോണിക് വാഹനങ്ങളാവും. 2026 VD സതീശൻ വന്നതിന് ശേഷം അല്ലല്ലോ ഇതൊന്നും വന്നത്, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഫിനിഷ് ചെയ്തോട്ടെ. അപ്പോ ഈ വർധനവിനനുസരിച്ച് കഴിഞ്ഞ 10 വർഷം എന്നല്ല, കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുത ഉൽപാദന രംഗത്ത് കാര്യമായ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ആകെ നമ്മുടെ പരിഗണനയ്ക്ക് വന്നത് പോലും 2 ഹൈഡൽ പദ്ധതികളായിരുന്നു. ഒന്ന് സൈലന്റ് വാലി പദ്ധതി, അത് വളരെ കടുത്ത പാരിസ്ഥിതിക ആഘാതം മൂലം കേന്ദ്ര സർക്കാർ തന്നെ അതിന് അനുമതി നൽകാതെ അത് മാറ്റിവെച്ചു. അതേസമയം ആതിരപ്പള്ളിയിൽ 163 മെഗാവാട്ട് ശേഷിയുള്ള ആതിരപ്പള്ളി വൈദ്യുതി പദ്ധതിക്ക് ഇപ്പോഴും ഒരു പക്ഷേ നമുക്ക് അനുമതി നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു വശത്ത് വികസനം പറയുകയും മറുവശത്ത് പാരിസ്ഥിതിക മറ്റും കാരണങ്ങൾ പറഞ്ഞ് പദ്ധതികൾക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അത് ഇപ്പോഴത്തെ അഭിപ്രായ വ്യത്യാസം പലർക്കും ഉണ്ടാകാം. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ കാണുന്ന വലിയൊരു മാതൃക കൊച്ചി CR, നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവള കമ്പനി, ആ കമ്പനി നമുക്ക് കാണിച്ചെന്ന വലിയൊരു പാഠമുണ്ട്. അവരുടെ വിമാനത്താവള മുറ്റത്ത് അല്ലെ അതിന്റെ ക്യാമ്പസിൽ അവർ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ വൈദ്യുതി കൊണ്ട്, സോളാർ പാനൽ കൊണ്ട് അവർക്ക് ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് മാത്രമല്ല, അതിന് മിച്ചമുള്ളത് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ വർദ്ധിച്ചു വരുന്ന, അതായത് 86 ദശലക്ഷം യൂണിറ്റിൽ വന്നു നിൽക്കുകയും 24 ദശലക്ഷം യൂണിറ്റ് മാത്രം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിന് ഇനി കൂടുതൽ ഹൈഡൽ പദ്ധതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് പറ്റുന്നത് തീർച്ചയായിട്ടും കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും കേരളത്തിന്റെ രീതിക്കും ഭൂമിശാസ്ത്രമായിട്ടും നമുക്ക് സോളാർ വൈദ്യുതി നമുക്ക് സ്വീകാര്യമായ, വളരെ സ്വീകാര്യമായ അതിലേക്ക് നമുക്ക് വിശാലമായി വരാം. ഞാൻ ഒരു കാര്യം കൂടി താങ്കളോട് പറയുന്നു. ഈ സോളാർ ഇപ്പോൾ വീട് പുരകളിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നവരോട് പോലും അനീതിയാണ് ഈ പവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പവർ കട്ട് ഉള്ള സമയങ്ങളിൽ ഇത് ഈ ഓൺ ഗ്രിഡ് വഴി KSEBയിലേക്ക് പോകില്ല. അപ്പോൾ ആ പവർ അത്രയും നഷ്ടമാവുകയാണ്. അവർക്ക് അതിനുള്ള ഫീസോ അല്ലെങ്കിൽ പകരം വൈദ്യുതി ചാർജ് കുറയ്ക്കുന്ന പരിപാടിയോ നടക്കുന്നില്ല. അപ്പോൾ അവരോടും അനീതി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് താങ്കൾ പറയുന്നത് സിയാൽ മോഡൽ സമ്പൂർണ്ണമായി സോളാർ വൽക്കരിക്കണമെന്ന്. താങ്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അത് തന്നെയാണ് എൻ്റെ സംശയവും, എൻ്റെ ചോദ്യവും അത് തന്നെയാണ്. അതായത് നമുക്ക് കഴിഞ്ഞ 10 നമ്മുടെ സോളാർ മേഖലയിൽ നമ്മൾ വമ്പൻ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയിട്ട് ആ വൈദ്യുതി, ഇപ്പം നമ്മുടെ സോളാർ വൈദ്യുതിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഉൽപാദനമുണ്ട്, അത് പകൽ മാത്രമേ പറ്റുന്നുള്ളൂ. ഈ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംവിധാനം, അതിന്റെ സാങ്കേതിക വിദ്യ ലോകത്തെമ്പാടും പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലാണ്. വലിയ ചെലവാണ്. നമ്മൾ ചെലവിലേക്ക് അതിനും വഴിയുണ്ട്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പവർ കട്ടോ അല്ലെങ്കിൽ ഈ ശരി സാർ, നമുക്ക് തിരിച്ചെത്താം. ഞാൻ തിരിച്ചെത്താം. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ തിരിച്ചെത്താം. ഞാൻ ശ്രീ MG സുരേഷ് കുമാറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ MG സുരേഷ് കുമാർ, ഇതാണ് ആധുനിക കാലമായതുകൊണ്ട് കൂടുതൽ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ വരുന്നു,
അത് കൂടുതൽ ഉപഭോഗം കൂട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ്. അതാണിത് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയുടെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതിലെ ഒന്ന്. മാത്രമല്ല ഈ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത്, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 6000-ലധികം മെഗാവാട്ടിൻ്റെ വരെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒരു പവർ കട്ടും ഇല്ലാതെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴാകട്ടെ 4000-ലധികം മെഗാവാട്ടിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി വരുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഒന്ന്, ഇപ്പോൾ നേരത്തെ മന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴാണിത് പരിഹരിക്കുക എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു KSEB എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസം 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ഒരു ചെറിയ പീരീഡിൽ കേരളത്തിൽ നടന്നിട്ടുള്ള കോലാഹലം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് നമ്മൾ 656 മെഗാവാട്ട് ഡിമാൻഡ് മീറ്റ് ചെയ്തു. 656-ന് മുകളിലേക്ക് പോയ ഡിമാൻഡാണ് നമുക്ക് തൽക്കാലത്തേക്ക് പീക്ക് റെസ്ട്രിക്ഷൻ വേണ്ടി വന്നത്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓഫാക്കിയിടുക അല്ല ചെയ്തത്. 656 മെഗാവാട്ടിന് മുകളിലേക്ക് പോകുമ്പോഴേക്ക് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനുകൾക്ക് അത് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് ട്രാൻസ്മിഷൻ ലൈനുകൾ ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ഓഫ് ആക്കപ്പെടും. അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കപ്പെട്ടാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓണാക്കും. അത് ഓണാക്കിയാൽ വൈദ്യുതി ഡിമാൻഡ് അതുകൊണ്ട് നിൽക്കുമെങ്കിൽ നിൽക്കും. അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഈ പറയുന്ന പോലെ വീണ്ടും ഓഫാക്കപ്പെടും. അല്ലാതെ ഇങ്ങനെ ആസൂത്രിതമായി ഓഫാക്കി വെച്ചിട്ടല്ല. അതുകൊണ്ടാണ് നമ്മൾ പീക്ക് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു 12 ദിവസം കഴിഞ്ഞ ഗവൺമെന്റിന്റെ, അതും ഗവൺമെന്റ് ഇല്ലാത്ത കാലത്ത്, രാഷ്ട്രീയ നേതൃത്വം ഒന്നില്ല, കാരണം കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഉണ്ടായിട്ടുള്ള ചർച്ച നമുക്കറിയാവുന്നതാണ്. അന്ന് ഒരു ദിവസം 116 മില്യൺ യൂണിറ്റ് വൈദ്യുതി നമ്മൾ സപ്ലൈ ചെയ്തു. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പം നമ്മുടെ പീക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത് 4830 പരമാവധി. പകൽ സമയത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് 4080 മോർണിംഗ് പീക്ക് 3800 മാത്രമാണ്. നമുക്ക് വേണ്ടി വരുന്ന വൈദ്യുതി ഉപഭോഗം എന്ന് പറഞ്ഞാൽ 85 മുതൽ 89 മില്യൺ യൂണിറ്റ് വരെയാണ്. അതിനകത്ത് നമുക്ക് പുറത്തു നിന്ന് വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കാനുള്ള ഇന്നലെ കൊടുത്തത് 6.98 മില്യൺ യൂണിറ്റ് ആണ്. 7 മില്യൺ യൂണിറ്റ് അതും കൂടി കൂട്ടിയാലും 85 7 കൂടി കൂട്ടിയാൽ 92-93 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ആകെ വേണ്ടി വരുന്നത്. അപ്പോൾ 93 മില്യൺ യൂണിറ്റ് വൈദ്യുതി വേണ്ടി വരിക, 4830 മാത്രം നമ്മളെ ഡിമാൻഡ് നിൽക്കുക. പക്ഷേ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇതിപ്പം കേരളത്തിൽ എൽനിനോ ഇത് പുതുതായിട്ട് വരുന്നതല്ലല്ലോ. നമുക്ക് നേരത്തെയും ഈ പറയുന്ന രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. 2017-18 നമ്മൾ കടുത്ത ഒരു മഴക്കുറവ് അനുഭവിച്ചൊരു കൊല്ലാണ്. അവിടെ ജൂലൈ മാസം അവസാനത്തോടു കൂടിയാണ് മഴ പെയ്തത്. ജൂലൈ പകുതി വരെ മഴ പെയ്തിട്ടേ ഇല്ല. ഇപ്പം നമുക്ക് കുറേശ്ശെങ്കിലും മഴ കിട്ടുന്നുണ്ട്. 2017 ജൂലൈ മാസത്തെ സ്ഥിതി എന്തായിരുന്നു? മഴ കിട്ടിയിട്ടേ ഇല്ല. 2023-24 ഇതേപോലെ തന്നെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വെള്ളം കിട്ടാതിരുന്നൊരു കാലല്ലേ. പക്ഷെ അത്തരം സമയത്തൊക്കെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രതിസന്ധിയാണെങ്കിൽ പോലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടുകയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂടി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചു പോകുകയും ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. അതാണ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്ത 10 വർഷം എന്ന നിലയ്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പൊ ഇക്കാര്യത്തിനകത്ത് ആരാണ് ഇടപെടുന്നത്? ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യുന്ന ചില ഇടപെടലുകൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയ നേതൃത്വം ഈ പ്രശ്നത്തോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? അതാണ് കാതലായ ചോദ്യം. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഇവിടെ ഉണ്ടോ? 1. 2, ഇങ്ങനെ കൈമലർത്തി പ്രതിസന്ധി പറയാനാണെങ്കിൽ എന്തിനാണ് ഒരു സർക്കാർ, എന്തിനാണ് ഒരു വകുപ്പ് മന്ത്രി എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ലാൽകുമാർ, താങ്കൾ അടക്കമുള്ളവർ മൊബൈൽ ഉപയോഗിക്കുന്നു, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപഭോഗം കൂടിയാൽ പിന്നെ എന്ത് ചെയ്യും? അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അജിംഷാദേ, ഞാൻ പറയുന്നത് കേൾക്കാമോ അജിംഷാദേ? കേൾക്കാം. ഹലോ, കേൾക്കാം. അജിംഷാദേ, ഇപ്പം നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നുമല്ല. ഞാനിപ്പം നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നുമല്ല. ഇപ്പം ഇവിടെ കറണ്ടില്ല എന്നുള്ളതാണ്. ഇതാണ് സത്യം. കാരണം ഇവിടുത്തെ ഈ ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്, AC വർക്ക് ചെയ്യുന്നില്ല, വിയർത്ത് കുളിക്കുകയാണ്. ഇത് ഞാൻ കള്ളം പറയല്ല. നിങ്ങൾക്ക് ഇപ്പം ഈ സമയത്ത് എറണാകുളത്ത് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതാണ് യാഥാർത്ഥ്യം. അത് ഇവരെല്ലാം അനുഭവിക്കുന്നുണ്ട്. നോക്കൂ, 2 തലത്തിൽ ഇതിനെ കാണാം. 2 തലത്തിൽ. ഇപ്പം സുരേഷ് കുമാർ ഇതിൻ്റെ കണക്കുകളെക്കുറിച്ച് പറഞ്ഞു.
ആ കണക്കിന് ബദലായിട്ട് അദ്ദേഹം രാജശേഖരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് ഒരു വശമാണ്, അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റാണ്. നമ്മൾ ഈ അനുഭവയോഗത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതാ പറഞ്ഞത്, നമുക്ക് ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫംഗ്ഷനിങ് എടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതിൻ്റെ ഫംഗ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷനിങ്ങിൽ നമ്മൾ അനുഭവയോഗം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ കറണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായ കാര്യം. കഴിഞ്ഞ 10 വർഷം കറണ്ട് കിട്ടുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കറണ്ട് കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അനുഭവയോഗം. അതിന് സാങ്കേതികമായിട്ട് ഇവർ പറയുന്ന കാരണങ്ങൾക്ക് ബലമുണ്ടായിരിക്കാം, ബലമില്ലായിരിക്കാം. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. അത് ഞാനും ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യം ഞാനൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ലളിതമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിൻ്റെ സഹയാത്രികൻ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും യോജിക്കാം വിയോജിക്കാം. ഒരു കാര്യം അതിനകത്ത് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്, ഈ അതിരപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അതിരപ്പള്ളിയിൽ നമുക്ക് കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സോഴ്സ് അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സ് പണ്ട് ഒരു സ്ഥലത്തേക്ക് പോയി. VS അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ കാലത്ത് AK ബാലൻ ഇവരുടെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടാൻ ഈ അതിരപ്പള്ളി വിഷയവുമായി ബന്ധപ്പെട്ട് ജയറാം രമേശിനെ കാണാൻ പോകുന്നൊരു സീനുണ്ട്. നോ മിസ്റ്റർ ബാലൻ, നോ മിസ്റ്റർ ബാലൻ, അതിരപ്പള്ളി നോ. ദിസ് ഈസ് എക്സാക്ട്ലി ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഇവർക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണത്. ബാലനെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്നൊരു മന്ത്രിയാണ്, ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്, അതിരപ്പള്ളിയുടെ വേവിയറാണ് ആവശ്യം. കയ്യിലെ എൻവയോൺമെൻറ്റൽ വേവിയർ വേണം, എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്ട്രിയുടെ വേവിയറാണ്. അത് കൊടുക്കാഞ്ഞത് കോൺഗ്രസ് ആണ്. അത് നോക്കൂ, അവിടുത്തെ ഡാമേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അതിനെ കൺട്രോൾ ചെയ്ത് സുരേഷ് കുമാർ എന്തോ ആഡ് ചെയ്യുന്നു ലാൽകുമാറിന്. ആ ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് പറയട്ടെ, മിനിസ്റ്റർ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. AK ബാലൻ മിനിസ്റ്റർ കൂട്ടത്തിൽ ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു പറഞ്ഞതാണ്. അപ്പം തുടരാൻ ലാൽകുമാർ. അപ്പം എത്ര വാലിഡായ പോയിന്റ് ഞാൻ അതേ പറഞ്ഞത്. ഇതാണ് സത്യം. നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തെക്കുറിച്ച് പറയാൻ ഇപ്പം നോക്കൂ, ഈ പറഞ്ഞ അദ്ദേഹവുമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിഷമിപ്പിക്കാനായിട്ട് പറയുന്നതല്ല. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ മേളിൽ നിന്ന് ചെയ്തിട്ടില്ല. ഇപ്പം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താ? അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഡയറക്റ്റ്ലി ബേർഡൻ കൊണ്ടുവന്ന് പിണറായിയുടെ 10 വർഷക്കാലം, പിണറായി 10 വർഷക്കാലം ഇച്ചിരൂടെ ശക്തമായി വേറൊരു രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ഇതിന് മുമ്പുള്ളൊരു കാലത്തെക്കുറിച്ചുള്ള റെഫറൻസ് ഞാൻ നടത്തിയെന്നുള്ളൂ. ഐ ക്യാൻ ഗോ ഫർദർ ബാക്ക്, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇപ്പം സുരേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഈ കൺസംഷനുമായി ബന്ധപ്പെട്ട കൺസംഷൻ്റെ പാറ്റേൺ എങ്ങനെ മാറി. ഈ പറയുന്ന കുറച്ച് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്റ്റ് നിലനിൽക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ കൺസംഷന് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്തു. ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് ആ മാനേജിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ കീഴിൽ അങ്ങനൊരു സംവിധാനം ഉണ്ടോ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട പവർ ഔട്ടേജുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചല്ല, ഏതൊരു വിഷയം. ഇപ്പം നോക്കൂ, കഴിഞ്ഞ ദിവസം വയനാട്ടിലൊരു അപകടം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്കീംസിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ദ കംപ്ലീറ്റ്ലി അബാൻഡൻഡ് ഇറ്റ്, അല്ലേ? നമ്മൾ കണ്ടതല്ലേ അത്? മൊത്തം ആൾക്കാരെല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിനെ ചേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം. അതിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം എല്ലാവരും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. മുഖ്യമന്ത്രി വേറെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ്. ഇതൊന്നും ഡീൽ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ആ കസേര ഉറപ്പിച്ച് എങ്ങനെയും ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്നലെ നോക്കൂ, ഇന്നലെ അദ്ദേഹം എത്ര റെക്ലെസ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു. അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരുന്ന പരിപാടി, അതിലെങ്കിലും ജനറേറ്റർ വെക്കണ്ടേ? പോട്ടെ, ആ പരിപാടിക്കെങ്കിലും ഒരു ജനറേറ്റർ വെക്കണ്ടേ? അദ്ദേഹം പവർ പോയി കഴിയുമ്പോഴത്തേന് ഒന്നും പേടിക്കണ്ട, അദ്ദേഹം ചൂടാകത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. അവിടെ ചൂടാകുന്ന ഒരാളാണ് വേണ്ടത്. അവിടെ ഔട്ടേജ് പവർ ലോസ് ഉണ്ടാകാൻ പാടില്ല. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ചൂടായേനെയും. കാര്യം എന്താണ്? ഞാൻ VD സതീശൻ കേൾക്കുന്നുണ്ടെങ്കിൽ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കാര്യം പിണറായി 100% ഉറപ്പാണ് അദ്ദേഹം കറണ്ട് അവൈലബിലിറ്റി ഉണ്ടാക്കിയിരിക്കും.
ആ ഉണ്ടാക്കിയിരിക്കുന്ന കേസിനകത്ത് പിന്നെ മൈക്ക് പോയാലും മറ്റേതിലും ഒരാളെ വഴക്ക് പറയുന്നത് അനുസരിച്ചാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ഡൈവേർട്ട് ചെയ്ത ടാക്ടിക്സാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. അദ്ദേഹം ഒരു പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നം അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ കറണ്ട് ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് ആ ക്രൈസിസ് ഉണ്ടെങ്കിൽ ആ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ അദ്ദേഹം ഫെയിലിയർ ആയതുകൊണ്ടാണ് അവിടെ കറണ്ട് പോയത്. എന്നിട്ട് ഞാനൊന്നും പറയത്തില്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്, അദ്ദേഹമാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ആ പരിഹാരം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം നോക്കൂ, ഇന്ന് തന്നെ കോൺഗ്രസിൻ്റെ പല വക്താക്കളും ആൾക്കാർ പല കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ഫങ്ഷൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് ഇവിടെ ഡിസ്പ്യൂട്ട് ചെയ്ത് വരുന്നത്. അപ്പം എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതുപോലെയല്ല, ഞാൻ ഒരല്പം പൊളിറ്റിക്സ് മിക്സ് ചെയ്താണ് പറഞ്ഞത്. അതിന് കാരണം ഇത്രേ ഉള്ളൂ, ഇത് ലാർജർ സ്പിയറിൽ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് നടക്കണമെങ്കിൽ, മൈ പോയിന്റ് ഇസ് ദാറ്റ് ക്രൈസിസ് മാനേജ്മെൻറ്റിന് മാനേജ്മെൻറ്റ് വേണം. മാനേജ്മെൻറ്റിന് നിങ്ങൾക്കൊരു ടീം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ടീം സതീശൻ്റെ ഒപ്പം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ വലിയ സംശയമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്, ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്താണ് നടക്കുന്നതെന്ന്, എങ്ങനെയാണ് അവിടെ IAS ഉദ്യോഗസ്ഥർ ഇടപെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും ആൾക്കാർക്കൊന്നും അറിയത്തില്ല. എന്താ സംഭവിക്കുന്നത് പോലും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ പോലും വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ മാനേജ്മെൻറ്റ് ക്ലിയർ ആക്കണം. വെച്ചാൽ നിങ്ങൾ പറഞ്ഞല്ലേ, ഇത് ഇങ്ങനെ തന്നെ തുടർന്നോട്ടെ, ആൾക്കാർ ബുദ്ധിമുട്ടിക്കോട്ടെ, അതുവഴി നിങ്ങളെ ആൾക്കാർ വെറുക്കട്ടെ എന്നുള്ള ധാരണയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളത് കറക്റ്റ് ചെയ്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഇപ്പം അജിംഷാദ് ചർച്ചയ്ക്ക് തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ കുട്ടികൾ പവർ കട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഔട്ടേജിനെ കുറിച്ച് അറിയുന്നു എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമല്ല. കാരണം ആധുനിക ലോകത്തേക്ക് നോക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മൊബൈൽ ഫോണും ലോകം മൊത്തം വികസിച്ച് നിൽക്കുന്ന ഒരു ലോകത്തെയാണ് ഈ ആൾക്കാരെല്ലാം, ഈ കുട്ടികളെല്ലാം കാണുന്നത്. അങ്ങനെ വളരെ ഡെവലപ്ഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇവർക്ക് സത്യത്തിൽ നല്ലൊരു സ്ട്രക്ചർ കിട്ടിയതാണ്. 10 വർഷത്തെ ഭരണകാലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബേസ് ഇട്ട് കൊടുത്തതാണ്. ആ ബേസിൽ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രം മതി. പക്ഷേ അവർക്ക് കുഴപ്പം എന്താ, അവർക്കിത് റിവാംപ് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷനുകളെയെല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇവരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ വേൾഡ് കപ്പിനുള്ള ആളാണെന്നാണ് പറയുന്നത് സെക്രട്ടേറിയറ്റിനകത്ത് കയറി ഇറങ്ങി നടക്കുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റത്തെ സ്പോയിൽ ചെയ്ത് അത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതും അടുത്ത ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ബാക്കിയുള്ളവർ പറയട്ടെ. കാരണം ആ പൊതുവിലുള്ള രാഷ്ട്രീയത്തിന്റെ വിഷയം ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു വിഷയത്തെ ടാക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മംഗലാപുര യാത്രയിൽ വലിയ ദുരൂഹത ആരോപിക്കുന്നു. ഞാൻ ആ വിഷയം ഇതിലേക്ക് കൊണ്ടുവരികയല്ല, പക്ഷേ വലിയ ദുരൂഹത ആരോപിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ പോകുന്നു. ഇന്നലെ ചോദിക്കുമ്പോൾ പറയുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതിന് എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വേറെ ഓരോ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ഉദ്ദേശമാണെന്ന് നമുക്ക് മലയാളികൾക്ക് കേൾക്കുമ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ലാൽകുമാറിന് എന്തോ പറയണമെന്ന് തോന്നുന്നു. ലാൽകുമാർ, ഇന്നലത്തെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രം പറയാം. ഞാൻ നേരത്തെ പല ഡിബേറ്റിലും സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ പല ആൾക്കാരും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ മൂകാംബികയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ച് പോയിരിക്കുന്ന ആരേലും, രാഷ്ട്രീയക്കാരെന്നുള്ള ഇവിടെ ആരേലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അങ്ങോട്ട് ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ പണം ആര് കൊടുത്തു എന്നുള്ളത്, മൂകാംബിയെ പോവാണ്. എല്ലാ ദിവസവും അദ്ദേഹം മൂകാംബിയെ പോകുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ, എല്ലാ മാസവും പോകുന്നു എന്ന് പറഞ്ഞു. ആ എല്ലാ മാസവും അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണോ പോയിക്കൊണ്ടിരുന്നത്? ഈ പ്രാവശ്യം മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണോ പോയത്? അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, അദ്ദേഹം പറയുന്ന റീസൺസ്, ആ റീസൺസ് എന്ന് പറയുന്നത് ബിലീവബിൾ റീസൺസ് അല്ല. അതിനകത്ത് വലിയ വാക്കമുണ്ട്, ലാക്കുണയുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ ശക്തമായി പിടിക്കുന്നില്ല എന്നുള്ളൂ. ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ എടുത്തു പറയാം. ഇന്നിവിടെ ഡിബേറ്റിൽ പങ്കെടുത്ത അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു പല കാര്യങ്ങളും അല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു ലോജിക്കൽ പോയിന്റ് പ്ലോട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. ലെറ്റ് ഹിം കണ്ടിന്യൂ ദാറ്റ്. ഞാൻ തിരിച്ചെത്താം ലാൽകുമാർ, ഞാൻ തിരിച്ചെത്താം. ശ്രീ CP, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത്, നമുക്ക് ഈ കറണ്ട് കട്ടിൻ്റെ കാര്യത്തിലേക്ക് തന്നെ എത്തിയാൽ നിങ്ങൾക്കൊരു ദീർഘകാല പദ്ധതിയുമില്ല, പ്ലാനിങ്ങുമില്ല, അടിയന്തരമായി പ്രതിസന്ധി അതിജീവിക്കാനുള്ള ഇടപെടലുമില്ല. ഇത് രണ്ടും കൂടി സമ്മേളിക്കുമ്പോഴാണ് ഇങ്ങനെ ഉള്ള പ്രശ്നം വരുന്നത്. ഒന്ന്, 10 വർഷക്കാലം, മുൻകാലത്തെ 10 വർഷക്കാലം
സമൃദ്ധമായി പോയി. നേരത്തെ ശ്രീ സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ, ശ്രീ MGS കാണിച്ചതുപോലെ ഏറ്റവും വലിയ പ്രതിസന്ധി ആവശ്യമുണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും പവർ കട്ട് ഉണ്ടായില്ല. സാങ്കേതിക അർത്ഥത്തിൽ ട്രാൻസ്ഫോമറുകൾക്കോ മറ്റോ അവരുടെ സാങ്കേതികതയിൽ താങ്ങാതെ വരുന്ന ഘട്ടങ്ങളിൽ മാത്രം 10 മിനിറ്റ് ഓഫ് ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് ഉണ്ടായിരുന്നത് മാക്സിമം. അതും 6000-ന് മുകളിലായ ഘട്ടത്തിൽ. ഇപ്പോൾ 4000-ന് മുകളിൽ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഈ പ്രതിസന്ധി വരുന്നു? അത് ആരുടെ കുറ്റം? ഈ പറയുന്നതാണോ? അതിനാണോ നിങ്ങളെ ജനം തിരഞ്ഞെടുത്തത്? ഈ ചോദ്യങ്ങൾ ബാക്കിയല്ലേ? അതാണ് പൊളിറ്റിക്കൽ ചോദ്യങ്ങൾ. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം ഇലക്ട്രിസിറ്റിയാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉപാധിയെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ രാഷ്ട്രീയം പറയുക എന്നുള്ളത് അത് സാമാന്യ വ്യക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് കൂടെ കാണേണ്ടി വരും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞ ഒരു കാര്യം, അതായത് നമ്മുടെ അതിരപ്പള്ളിയുടെ വിഷയത്തിൽ അന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ ജയറാം രമേശിനെ കാണാൻ ശ്രീ AK ബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറഞ്ഞു അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ അതിരപ്പള്ളി പദ്ധതിയും അതേ കണക്ക് നമ്മുടെ എന്താണ് ശിവഹോവാലൻ കുരങ്ങ് ഉൾപ്പെട്ട നമ്മുടെ സൈലന്റ് വാലി പദ്ധതി നമ്മൾ വളരെ ദീർഘകാലമായി നമ്മുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിലുള്ള രണ്ട് വലിയ പദ്ധതികളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് രണ്ടും പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കുഴഞ്ഞ് അല്ലെങ്കിൽ അതിൽ തട്ടി അവിടെ നിൽക്കുകയാണ്. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ലാൽകുമാറുമായിട്ട് എനിക്കൊരു വിയോജനക്കുറിപ്പുള്ളത്, കേരളത്തിൽ ഇന്ന് ഏതാണ്ട് 1 ഡസനിലധികം അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ട് 1 ഡസനോളം ഹൈഡൽ പ്രോജക്റ്റുകളുണ്ട്, വൈദ്യുത പദ്ധതികളുണ്ട്. ഈ വൈദ്യുത പദ്ധതികൾക്കെല്ലാം ഇടുക്കി പദ്ധതി അടക്കം അനുമതി കൊടുത്തതാരാണ്? ഈ പദ്ധതിയിലൂടെ നടപ്പാക്കിയതാരാണ്? രാഷ്ട്രീയമായിട്ട് ഏത് സർക്കാരുകളാണ്? അപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് എൻ്റെ 1ാം ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് ഉണ്ടായ ഏറ്റവും വലിയ ഡിമാൻഡ്, നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ ആവശ്യം ഉണ്ടായത് വൈദ്യുതി മേഖലയിലാണ്. നമ്മുടെ ഉപഭോക്തൃ വിഷയത്തിൽ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഉൽപ്പന്നം, ആവശ്യമായ ഉൽപ്പന്നം വൈദ്യുതിയാണ്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. 96 യൂണിറ്റ് ശരാശരി ഉപയോഗമുണ്ടായിരുന്ന മലയാളിയുടെ കൺസപ്ഷൻ ഇന്ന് ഉൽപാദനത്തിന്റെ 4 ഇരട്ടി മടങ്ങ് അപ്പുറത്തേക്ക് വന്നപ്പോൾ അതിന് എങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റും? ഡിമാൻഡ് വളരെ കൂടിയിരിക്കുന്നു. അപ്പൊ സപ്ലൈ ഈ പകൽ സമയം ഏതാണ്ട് 6.25 ബില്യൺ യൂണിറ്റ് സറണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ പകല് നമുക്ക് അധികമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാനേജ് ചെയ്യുന്നതിന്റെ വിഷയമല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? KSEBയും വകുപ്പ് തലത്തിലുമല്ലേ ഈ മാനേജ് ചെയ്യുന്നതിന്റെ വിഷയം കൂടിയില്ലേ? മാത്രമല്ല ശ്രീ CP, മാത്രമല്ല ഇത് ഒരു പവർ കട്ടാണോ? ഇതൊരു ലോഡ് ഷെഡിംഗ് ആണോ? അപ്പോൾ നമുക്കറിയാം ആന്റണിയുടെ കാലത്തൊക്കെ 1 മണിക്കൂർ പകലും രാത്രി അരമണിക്കൂറും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇത് നോക്കൂ, അരമണിക്കൂർ എപ്പോൾ വേണമെങ്കിലും പോകാം. അത് പകല് പോകാം, രാത്രി പോകാം, പല തവണ അരമണിക്കൂർ പോകുന്നു. അപ്പോൾ അതിൽ പോലും ഒരു ക്ലിപ്തതയില്ലെന്നേ. എന്താണ് ഈ നടക്കുന്നത്? നമുക്ക് ഇപ്പോ 1 മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ 38-40 ദിവസത്തിന് മുമ്പ് വന്ന ഒരു സർക്കാരിന്റെ ചെയ്തി കൊണ്ട് അല്ലെങ്കിൽ കെടുതി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അല്ല, 10 വർഷക്കാലം ഇല്ലായിരുന്നല്ലോ. അപ്പോ ഇപ്പോൾ വന്നപ്പോൾ ഇപ്പോഴത്തെ കെടുതി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഉൽപാദന മേഖലയിലും വൈദ്യുതി മേഖലയിലെ നവീകരണത്തിന്റെ കാര്യങ്ങളിലും നമ്മൾ വളരെ പിന്നോക്കമായിരുന്നു. ആണോ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ MG സുരേഷ് കുമാർ, അതാണോ വിഷയം? ഒന്ന്, ജലവൈദ്യുത പദ്ധതി. അതിനൊരു ആൾട്ടർനേറ്റായി നമുക്ക് ഇപ്പോൾ പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞ് 2 പദ്ധതികളുടെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതും യഥാർത്ഥത്തിൽ UPA സർക്കാരിൻ്റെ കാലത്ത് കൂടി ഉള്ളതാണ്. അത് അവിടെ ഇരിക്കട്ടെ. മാത്രമല്ല, ആൾട്ടർനേറ്റായി സോളാർ നമുക്കങ്ങനെ ആശ്രയിക്കാനാകുമോ? സിയാൽ മോഡൽ. ഈ ജലവൈദ്യുത പദ്ധതികളിൽ നവീകരണം ഇല്ലേ? എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം? ഈ പകല് നമുക്ക് സർപ്ലസ് ആണോ? എന്താണ് അതിൻ്റെ ഒരു വസ്തുതയൊന്ന് ജനങ്ങളോട് പറയൂ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. ഒന്ന് പലപ്പോഴും തികച്ചും ലളിതയുക്തിയും വസ്തുതകൾക്ക് നിരക്കാത്തതുമായ ചർച്ചകളാണ് പലപ്പോഴും ഇത്തരം കാര്യത്തിൽ നടക്കുന്നത്. കേരളത്തിൽ പ്രധാനമായും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സ്രോതസ്സ് ജലമാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മൊത്തം ആവശ്യകതയുടെ ഒരു 20-25% അപ്പുറത്തേക്ക് ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി കൊണ്ട് മതിയാവില്ല. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ എടുത്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ വൈദ്യുതി മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. ഇപ്പം നമുക്ക് ഒരു വർഷം ഏകദേശം 33,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി മൊത്തം ഉപയോഗിക്കുന്നുണ്ട്.
നമ്മളിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജലവൈദ്യുത പദ്ധതികളും പണി പൂർത്തിയാക്കിയാലും കിട്ടുന്നത് ഒരു 350 മില്യൺ യൂണിറ്റാണ്. 350 മില്യൺ യൂണിറ്റ് ഞാൻ 0.01% ആണ്. അപ്പോൾ ഈ പദ്ധതികൾ മുഴുവൻ പൂർത്തിയാക്കിയാൽ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി കിട്ടും എന്ന രൂപത്തിൽ പറയാൻ കഴിയില്ല. ഇപ്പം അതിരപ്പള്ളി, അതുപോലെ തന്നെ പുയ്യൻകുട്ടി, സൈലന്റ് വാലി, ടിൻകല്ലാർ തുടങ്ങി കുറേ വലിയ പദ്ധതികൾ, സ്റ്റോറേജ് പദ്ധതികൾ ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് വൈദ്യുതി പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലൊക്കെ പരിഹാരം ഉണ്ടാകാൻ കഴിയും. സ്റ്റോറേജ് പദ്ധതികൾ ഇല്ലാതെ സ്മോൾ ഹൈഡ്രോ പദ്ധതികൾ പോലും അത് ഉണ്ടാക്കാൻ കിട്ടുന്നത്ര കിട്ടട്ടെ എന്ന രൂപത്തിൽ ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു ശാശ്വതമായി പ്രശ്ന പരിഹാരത്തിന് സ്മോൾ ഹൈഡ്രോ പദ്ധതികൾ പോലും പര്യാപ്തമല്ല. വളരെ ചെറിയ ഉൽപ്പാദനം മാത്രമേ അതുകൊണ്ട് നമുക്ക് സാധ്യമാകൂ. പക്ഷേ ഇതിന് പകരമായി സോളാറാണ് പരിഹാരം എന്ന രൂപത്തിൽ കാണുമ്പോൾ നമ്മൾക്ക് പറ്റാവുന്നത്രയും സോളാർ നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കാണണം. കേരളത്തിൻ്റെ പകൽ സമയത്തെ മൊത്തം ഡിമാൻഡ് എന്ന് പറയുന്നത് 4000 മെഗാവാട്ടാണ്. നമ്മുടെ റൂഫ് ടോപ്പ് സോളാർ, അതായത് പുരപ്പുറ സോളാറിൽ നിന്ന് 2100 മെഗാവാട്ട് ഉൽപ്പാദനം സാധ്യമാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പകൽ സമയത്തെ ഡിമാൻഡിൻ്റെ നേർപകുതി ഡിമാൻഡിന് മാത്രം പ്ലാന്റ് കേരളത്തിൽ ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ ഉണ്ട്. അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ ഇല്ല. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൻ്റെ പകൽ സമയത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 16,500 മെഗാവാട്ടാണ്. അവിടെ റൂഫ് ടോപ്പ് സോളാർ എന്ന് പറയുന്നത് ഉള്ളത് 932 മെഗാവാട്ട് മാത്രമാണ്. തമിഴ്നാട്ടിൽ 21,000 മെഗാവാട്ടാണ് പകൽ സമയത്ത് അവരുടെ ഡിമാൻഡ്. അവരുടെ സോളാർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1635 മാത്രമാണ്. നമ്മൾ 4000 മെഗാവാട്ട് പകൽ സമയത്തെ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് 2100 റൂഫ് ടോപ്പ് ഉണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലും വലിയ വിസ്തൃതമായ ഭൂമി ഉള്ളതുകൊണ്ട് 2000 മെഗാവാട്ടിൻ്റെയും 3000 മെഗാവാട്ടിൻ്റെയും ഒക്കെ സോളാർ പ്ലാന്റുകൾ ഉണ്ട്. അദാനി അടക്കമുള്ള ആളുകൾ മുതൽ മുടക്കി അങ്ങനത്തെ പ്ലാന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യമാണ്. പക്ഷേ ആ പ്ലാന്റുകൾ ഇപ്പോൾ ഗ്രിഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പകൽ സമയത്ത് ഈ ഉൽപ്പാദനം നടത്തിയാൽ ആ ഉൽപ്പാദനം അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇന്ന് രാജ്യത്തില്ല. ഇപ്പോൾ കേരളം ഇന്നലെ 6.838 മില്യൺ യൂണിറ്റ് വൈദ്യുതി, 6.8 മില്യൺ യൂണിറ്റ് വൈദ്യുതി, ഏകദേശം 6.98 മില്യൺ യൂണിറ്റ്, അതായത് 7 മില്യൺ യൂണിറ്റിനടുത്ത് വൈദ്യുതി ഇന്നലെ സറണ്ടർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ 6 മുതൽ 10 മില്യൺ യൂണിറ്റ് വൈദ്യുതി വീതം ഓരോ ദിവസവും സറണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സറണ്ടർ ചെയ്യുന്ന വൈദ്യുതി മുഴുവൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചു. പകൽ സമയത്ത് സ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് 2500 മെഗാവാട്ടിൻ്റെ 4 മണിക്കൂർ സ്റ്റോറേജ് ഉള്ള ബാറ്ററി സംവിധാനം വേണ്ടിവരും. 2500 മെഗാവാട്ടിൻ്റെ 4 മണിക്കൂർ സ്റ്റോറേജ് ഉള്ള ബാറ്ററി സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകദേശം 1,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. അപ്പം പ്രായോഗികമായി കേരളത്തിന് സോളാർ കൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് പരിഹരിക്കുക? കേരളത്തിൽ മാത്രം നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അത് കഴിയില്ല എന്ന് ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് ഉയർന്നു വരുന്ന പുതിയ പദ്ധതികൾ, അത് കൽക്കരി നിലയങ്ങളാണെങ്കിൽ ആണവ നിലയങ്ങളാണെങ്കിൽ ഇത്തരം പദ്ധതികളുമായി ചർച്ച ചെയ്ത് അവിടുന്ന് കിട്ടുന്ന വൈദ്യുതിക്ക് കരാറ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നത്. 2016 കേരളത്തിന് വൈദ്യുതി ആവശ്യകത പീക്ക് ഡോട്ട് ഡിമാൻഡ് എന്ന് പറയുന്നത് 3000 മെഗാവാട്ട് മാത്രമായിരുന്നു. ഇപ്പം നമ്മൾ 6000 മെഗാവാട്ടിന് മുകളിൽ പീക്ക് ലോഡ് ഡിമാൻഡ് ആവശ്യം വരുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ 3000 മെഗാവാട്ടും നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടല്ല നിറവേറ്റിയെന്ന് സത്യം തന്നെയാണ്. നമുക്കിവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് വൈദ്യുതി ലഭ്യത ഇല്ലാതായി എന്ന രൂപത്തിൽ നമ്മൾ കാണേണ്ടതില്ല. നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ കേരളത്തിന് പുറത്തുള്ള നിരവധി വൈദ്യുതി നിലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. 2023 നമ്മുടെ ദീർഘകാല കരാർ 465 മെഗാവാട്ടിൻ്റെ ദീർഘകാല കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദ് ചെയ്യുന്നു. നേരത്തെ നമ്മുടെ UDF അനുഭാവിയായിട്ടുള്ള അദ്ദേഹം അത് സൂചിപ്പിച്ചു. അങ്ങനെ റദ്ദ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ അത് റദ്ദ് ചെയ്യാൻ പാടില്ല എന്നാവശ്യപ്പെട്ടു. ഞാൻ ആ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിംഗിൽ പോയി ഒരു കാരണവശാലും റദ്ദ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തകനാണ്. എങ്കിലും റെഗുലേറ്ററി കമ്മീഷൻ ആ കരാറിൻ്റെ ഈ ടെൻഡർ നടപടികളിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദ് ചെയ്തു. അങ്ങനെ റദ്ദ് ചെയ്താൽ സ്വാഭാവികമായും പിറ്റേ ദിവസം ഇവിടെ ലോഡ് ഷെഡിങ് വരേണ്ടതാണ്. പക്ഷെ അങ്ങനെ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ വരാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അതിനകത്തൊരു ശക്തമായ ഇടപാട് നടത്തി. വൈദ്യുതി ബോർഡിലെ ഡയറക്ടർമാരടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോട് വിവിധ സംസ്ഥാനങ്ങളിൽ സർപ്ലസ് ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയുണ്ട് എന്ന് കണ്ടെത്തി ആ സംസ്ഥാനങ്ങളിൽ പോയി ബൈലാറ്ററൽ കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു. 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത് ആ നിലയ്ക്ക് അക്കാര്യം ഇപ്പോഴും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഞാൻ അതും കൂടി സൂചിപ്പിക്കാം. അതായത് ഇന്നലെ നമ്മുടെ കർണാടക
ദേശീയ പവർ എക്സ്ചേഞ്ചിൽ ഏകദേശം 600 മെഗാവാട്ട് വൈദ്യുതി ഒരു യൂണിറ്റിന് 9 രൂപ 8 പൈസ തോതിൽ വിറ്റിട്ടുണ്ട്. കേരളം ഭരിക്കുന്നത് UDF ആണല്ലോ, കർണാടകത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. നമ്മൾ 10 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9 രൂപ 8 പൈസയ്ക്ക് വൈദ്യുതി കൊടുക്കാൻ കർണാടകത്തിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തി അവിടെ നിന്നുള്ള വൈദ്യുതി കേരളത്തിലേക്ക് സോഴ്സ് ചെയ്യാൻ ഒരു ബയലാറ്ററൽ കരാർ ഉണ്ടാക്കാനുള്ള ഇടപെടൽ എന്തുകൊണ്ട് പൊളിറ്റിക്കലായി നടത്തുന്നില്ല? മഹാരാഷ്ട്രയിൽ അത്തരം സാധ്യതകളുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ നമുക്ക് അത്തരത്തിൽ ചില സാധ്യതകളുണ്ട്. ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെ ലഭ്യമായതുണ്ട്. അത് കണ്ടെത്തി ആ നിലയിലുള്ള ബയലാറ്ററൽ ചർച്ചകൾ അടക്കം നടത്തണം. ഇതാണ് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് മാനേജ് ചെയ്യലാണ് ഗവൺമെന്റ്. ഒരു ക്രൈസിസും ഇല്ലെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായി നടന്നു പോകുന്ന കാലത്ത് പ്രത്യേകിച്ച് ഗവൺമെന്റിന് ആവശ്യമില്ല. നമ്മൾ പിണറായി ഗവൺമെന്റിനെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികൾ ഓരോന്നിനെയും ശക്തമായി നേരിട്ട് മുന്നോട്ട് പോയി എന്നതുകൊണ്ടാണ് നമ്മൾ ആ ഗവൺമെന്റിനെ ആ നിലയ്ക്ക് കാണുന്നത്. ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നിലയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് ജനങ്ങൾക്ക് എന്താണ് കാര്യം എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. തീർച്ചയായും. ശ്രീ ലാൽകുമാർ, ഇപ്പോൾ തന്നെ അടിയന്തരമായി താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ദിശയിലേക്ക് തന്നെയാണ്, അതായത് ഒരു പൊളിറ്റിക്കലായ ആസൂത്രണത്തോടു കൂടിയുള്ള ഇടപെടൽ ഈ സർക്കാരിൽ കാണുന്നില്ല, അഭാവം. അതാണ് പിണറായി വിജയൻ സർക്കാർ ക്രൈസിസ് മാനേജ് ചെയ്തതും ഇപ്പോൾ അതിനാകാത്തതും. ഇപ്പോൾ സോളാർ വെക്കണം, അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ വേണം, ഇങ്ങനെ പഞ്ഞവും പാഴാങ്ങവും പറയുന്നതല്ല ഇതിലെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. അടിയന്തരമായി ഇടപെടണം. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം തന്നെ ശ്രീ MGS ചൂണ്ടിക്കാണിച്ചു. കാരണം ഇന്നലെ തന്നെ കർണാടകയിൽ 9.8 കറണ്ട് വിറ്റു. 10 രൂപയ്ക്ക് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ 9.8 നമുക്ക് വാങ്ങാവുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ ഉപയോഗിച്ചില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ്, ഇവിടെയും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. എന്തുകൊണ്ട് അതുപോലും വാങ്ങുന്നില്ല? അപ്പോൾ ഒരു ആസൂത്രണം, ഒരു പദ്ധതി പ്രതിസന്ധി പരിഹരിക്കാൻ ഇവരുടെ പക്കലില്ല. AC 27 ഇടൂ എന്ന് പറയാൻ ആർക്കുമാകും? അതിനൊരു വകുപ്പ് മന്ത്രി വേണമോ? ശ്രീ ലാൽകുമാർ, ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് പല പല കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ഇതിൻ്റെതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൗ ടു ഗെറ്റ് ഇറ്റ് ഡൺ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിൽ ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചത്. ഏതൊരു സർക്കാരിൻ്റെയും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പൊളിറ്റിക്കൽ വില്ലാണ് ആ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ വരേണ്ടത്. ഇപ്പോൾ ഇവിടെ 2 പേരും സംസാരിച്ചതിനെ ഞാൻ കാണുന്നത് ഇതൊരു ഷോർട്ട് ടേം കാര്യമല്ല ഇവിടെ സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തെർമൽ പവർ പ്ലാന്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൊണ്ടുവരണം. ഇന്നെനിക്ക് കറണ്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ബുദ്ധിമുട്ട്, ഇന്ന് 4 മണിക്കൂർ കറണ്ടില്ല എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. നിങ്ങളൊരു ലോങ് ടേം പ്രിപ്പറേഷനെ കുറിച്ച് പറയുന്നത് അത് ഓക്കെയാണ്, അത് യു ഡു ഇറ്റ്. പക്ഷേ ഈ പറയുന്ന ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ശിരസിന് മേളിൽ വെള്ളം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട അതിനെ എടുത്തു കളയാൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അത് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ നോക്കൂ, വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യം, മഴയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. പോസിബിളി റൈറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ? നമ്മൾ 27 ഇടാൻ സജ്ജരാകണം. അതിന് നമ്മൾ തയ്യാറാന്നേ. ഇപ്പോൾ 27-നകത്ത് ഒരല്പം നമ്മൾ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറാകണം. പക്ഷെ അത് നിങ്ങളുടെ ഒരു അല്ലല്ല, ഞാൻ പറഞ്ഞത് 25 ഡിഗ്രി ഡ്രൈബിൾ ഞാൻ ഒന്നും അറിയാൻ വയ്യാതല്ല ഇരിക്കുന്നത്. 25 ഡിഗ്രി ഡ്രൈബിൾ ടെമ്പറേച്ചറിലായിരിക്കാം ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും കൺഡ്യൂസീവ് ഒരു സിറ്റുവേഷനും അത് തന്നെയാണ്. ഈ റെഫ്രിജറേഷൻ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം പവർ കൺസംഷൻ കുറയ്ക്കാനായിട്ട് 27 മേ ബി 25ക്ക് താഴെ പോയി കഴിഞ്ഞാൽ പവർ കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഐഡിയൽ കണ്ടീഷൻ, സൂട്ടബിൾ കണ്ടീഷൻ പ്ലസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം 27 ഡ്രൈബിൾ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നത്. അതൊരു കൺഡ്യൂസീവ് ടെമ്പറേച്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൺഡ്യൂസീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആകണമെന്നില്ല. ഇപ്പോഴത്തെ പുറത്തെ ടെമ്പറേച്ചറിൻ്റെ ലെവൽ എടുത്താൽ ഒരു നോർമൽ ഡേയിൽ ഈ പറയുന്ന 27 ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. എക്സ്ട്രീംലി ഒരു സ്കോച്ചിങ് സൺലൈറ്റിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചിലപ്പം 27 പറ്റില്ല. അതാ പറഞ്ഞ് വളരെ താഴേക്ക് നമുക്ക് പോകേണ്ട സാഹചര്യം വരും. ദാറ്റ് ഈസ് റൈറ്റ്. എനിക്ക് അതിനകത്ത് സംശയമില്ല. ഞാൻ പറയുന്ന ഒരു കോംപ്രമൈസിനെ കുറിച്ചാണ്. നോക്കൂ, അദ്ദേഹം നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പം
അദ്ദേഹം നെഗോഷിയേറ്റ് ചെയ്യാൻ, ജനങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളോടൊപ്പം ഒന്ന് സഹകരിക്കൂ, 27 ഇടൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്തതാണെങ്കിൽ നമുക്കത് സഹകരിക്കാൻ പറ്റും. പക്ഷേ ഞാൻ അതാ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നതിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ പൊളിറ്റിക്കൽ വില്ല് കൊണ്ട് നിങ്ങൾ അടുത്ത എന്ത് സ്റ്റെപ്പ് എടുത്തുവെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണം. ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ അടുത്ത നടപടി ഏത് തലത്തിലാണ് എടുത്തു, അത് നിങ്ങളുടെ കുടുംബത്തെ ആളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാനായിട്ടുള്ള തീരുമാനം ഞാൻ എടുത്തു എന്നുള്ളതല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഇവിടുത്തെ കറണ്ട് കിട്ടാൻ വേണ്ടി, ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫാൻ ഉണ്ടാകാനായിട്ട്, കൊച്ചു കുട്ടികളുടെ അംഗനവാടി കിടന്ന് ഉറങ്ങുമ്പം അവർക്ക് ചൂടെടുക്കാതിരിക്കാനായിട്ട്, കറണ്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇതിന് പല പല തലങ്ങളുണ്ട്. നമ്മൾ ഓരോന്നും അതിൻ്റെ സാമൂഹിക തല, രാഷ്ട്രീയ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചർച്ച ഇവിടെ എങ്ങും നിൽക്കില്ല. ഞാൻ പറഞ്ഞ അതിനെന്ത് ചെയ്തു അത് എന്നുള്ള ചോദ്യത്തിന് വലുതാണ് അതിൻ്റെ റിപ്പിൾ ഇഫക്ട്സ്. നമ്മൾ പറഞ്ഞല്ലേ, ഈ പവറില്ലാത്ത ഒരവസ്ഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യമാണ്. അതാ പറഞ്ഞാൽ അതിൻ്റെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആംഗിൾ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതിന് നമ്മൾ പൊളിറ്റിക്സ് കാണാൻ പറ്റില്ല, കാണരുത് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്, അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹകരിക്കണമെങ്കിൽ സഹകരിക്കാം. പക്ഷെ ഞങ്ങളുടെ അടുക്കൽ എങ്ങനെ സഹകരിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തന്നു, നിങ്ങൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടെ വിശദീകരിക്കണം. മഴ പെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു മന്ത്രി പറഞ്ഞത് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടാണ് കുഴി വരുന്നതെന്നാണ്. വേറൊരാൾ പറഞ്ഞ മഴ വരുന്നതെന്നാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ എടുക്കാൻ, ഞാൻ അതിലേക്ക് ഡിബേറ്റിലേക്ക് പോകുന്നില്ല. കാര്യം ചെറിയൊരു മഴ പെയ്താലും കൊതുക് വരാം, അതുപോട്ടെ. റിക്വയർഡ് സ്കെയിലുള്ള ചിലപ്പോൾ മഴ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകത്തില്ല. പക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലേ, സുരേഷ് കുമാർ നേരത്തെ സൂചിപ്പിച്ചല്ലേ, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ ആ സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെന്റ്സിനെ കുറിച്ചോ നിങ്ങൾ ഞങ്ങളോട് പറയാതെ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം എന്താണെന്നറിയോ? ഒരു പ്രതിസന്ധി എപ്പോഴൊക്കെ കേരളത്തിൽ ഏതൊരു വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിരുന്നു. ഏതൊരു ഒറ്റ ഇൻസിഡൻറ്റ് പറയാമോ അദ്ദേഹം വിശദീകരിക്കാഞ്ഞത്? ഒരു ക്രൈസിസ് മാനേജറിനോ അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങൾ വിളിച്ചോ, അദ്ദേഹം വിശദീകരിക്കാതെ പോയ ഒരൊറ്റ കാര്യമുണ്ടോ? ഇവിടെ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ വന്നിട്ട് മഴ പെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വിശദീകരണമല്ല, അത് ഞങ്ങൾക്ക് കണ്ടാൽ കാണുന്ന കാര്യമാണ്. മഴ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ആകാശത്തോട്ടും ഇവിടോട്ടും വീഴുന്ന വെള്ളം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു മന്ത്രിയുടെ ആവശ്യം ഞങ്ങൾക്ക് അതിനില്ല. നിങ്ങൾ ഈ ഡെഫിസിറ്റിനെ നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ കാതലായ ചോദ്യം. CP, അതായത് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നിങ്ങൾ ചടുലമായി എടുത്ത നടപടികൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാനോ ജനങ്ങൾ ഇത് ഉപഭോഗം നടത്തുന്നവരെ ഉപദേശിക്കാനോ നിൽക്കുന്നതിനപ്പുറം, ഉപഭോക്താക്കളെ ഉപദേശിക്കുന്നതിനപ്പുറം എന്താണ് കാതലായി ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതൊന്ന്. രണ്ട്, പ്രധാനമായൊരു രാഷ്ട്രീയ ചോദ്യം ഇവിടെ ഉയരുന്നത്, കാരണം ഈ VD സതീശൻ മുമ്പോട്ട് വെച്ച ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയമാണ് അതിൻ്റെ ഉപോൽപ്പന്നമായി ഉയരുന്നത്. സ്വകാര്യ മേഖല, അതായത് ഏത് പ്രതിസന്ധിയുള്ള പൊതുമേഖലയെയും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം എന്ന് ധവളപത്രത്തിലൂടെയും അതിനുശേഷവും നിരവധി സ്റ്റേറ്റ്മെൻറ്റ് പൊളിറ്റിക്കലി നടത്തിയിട്ടുണ്ട് VD സതീശൻ. എന്ന നിലയ്ക്ക് VD സതീശൻ മുഖ്യമന്ത്രിയായ സർക്കാർ ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നാൽ ഈ മേഖലയെ കൂടി, ഈ വിദ്യുച്ഛക്തി മേഖലയെ കൂടി, വൈദ്യുതി മേഖലയെ കൂടി സ്വകാര്യവൽക്കരിക്കുമോ എന്ന സംശയമുണ്ട്. അതിനാണോ ഈ പോക്കെന്ന് സംശയിക്കുന്നവരുണ്ട്. അവർക്കൊരു മറുപടി കൊടുക്കൂ CP. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ രാഷ്ട്രീയം. തീർച്ചയായിട്ടും അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒറ്റ വരിയിൽ ഞാൻ ഇപ്പൊ ഈ ചോദിച്ചതിന് മറുപടി പറയാം. ഇപ്പോ താങ്കൾ, എനിക്ക് പ്രിയപ്പെട്ട ലാൽകുമാർ അടക്കമുള്ള ആളുകൾ പറയുന്ന കാര്യം, നമ്മുടെ വൈദ്യുതി പ്രതിസന്ധിക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. 2004-2009 കാലഘട്ടത്തിലെ ഒന്നാം UPA സർക്കാരിനെ എന്തുകൊണ്ടാണ് അന്നത്തെ ഇടതുപക്ഷ കക്ഷികൾ പിൻവലിച്ചെന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാവുന്നില്ലേ? നമ്മുടെ രാജ്യത്തുണ്ടാകും, ഒരു സെക്കൻഡ് എന്നെ പറയാൻ അനുവദിക്കണം. നമ്മുടെ രാജ്യത്ത് ഇതേ കണക്കുള്ള വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് അന്ന് ആണവ നിലയങ്ങൾ കൂടുതൽ സ്ഥാപിക്കുന്ന 123 കരാർ ഉണ്ടാവുക. ആ 123 കരാറിനെ ഒപ്പോസ് ചെയ്തത് ആരാണ്? ഒന്ന്, അന്ന് അത്തരം ലാൽകുമാർ എന്തോ ഒന്ന് താങ്കളോട് ആഡ് ചെയ്യാൻ ചോദിക്കുന്നു. ഒരു നിമിഷം, ലാൽകുമാർ ഒന്ന് വഴങ്ങാമെങ്കിൽ താങ്കളുടെ പ്രതികരണം കൂടുതൽ സമഗ്രമാവും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഇവിടെ കേരളത്തിലെ ഹൈഡൽ വൈദ്യുതി പദ്ധതിക്കൊപ്പം
ലീഡർ കെ കരുണാകരൻ കൊണ്ടുവന്ന കായംകുളം തെർമൽ പദ്ധതി അതിനെ അവിടെ കാട് പിടിച്ചു കിടക്കുന്നു. കഴിഞ്ഞ 25 വർഷത്തിൽ ഞങ്ങളുടെ സർക്കാർക്ക് അടക്കം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? അതിനെ രാഷ്ട്രീയമായി എതിർപ്പ് വന്നു, വില കൂടുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ശ്രീ MG സുരേഷ് കുമാർ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അതും കൂടെ ഞാനത് പറഞ്ഞോട്ടെ. 2000 മെഗാവാട്ട് വൈദ്യുതിയാണ് നമ്മുടെ പകൽ സോളാറിൽ നിന്ന് നമ്മൾ ശേഖരിച്ചു വെക്കുന്നത്. അത് സ്റ്റോറേജ് ചെയ്യുന്നതിന് ഏതാണ്ട് 1500 കോടി രൂപയുടെ മുതൽ മുടക്ക് വേണ്ടി വരും. 2500 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഹൈഡൽ പ്രോജക്റ്റോ മറ്റേ തെർമൽ പ്രോജക്റ്റോ മറ്റേതെങ്കിലും ഒരു പ്രോജക്റ്റിനോ എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സോളാർ വൈദ്യുതി സംഭരിച്ചു വെക്കുന്നതിന് മുടക്കുന്ന മുതൽ മുടക്ക് എന്ന് പറയുന്നത് ഒരു മേജർ വൈദ്യുത പദ്ധതിക്ക് മുടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. അത്തരം കണക്കുകൂട്ടലുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്നില്ല എന്നുള്ളതാണ് മുൻ സർക്കാരിന്റെ അവസ്ഥ. ഇനി അതിന് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു, പവർ കട്ടില്ലാത്ത 10 വർഷമാണ് കടന്നു പോയത്. അതിന് തൊട്ടു മുമ്പ് 2009-14 കാലഘട്ടം 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ കാലത്ത് ഈ പറഞ്ഞ 5 വർഷത്തിൽ ഒരു ദിവസമെങ്കിലും കേരളത്തിൽ പവർ കട്ട് ഉണ്ടായോ, ലോഡ് ഷെഡിംഗ് ഉണ്ടായോ? അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും ലാഭകരമായ, നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ വളരെ ലാഭകരമായ വൈദ്യുത ബോർഡിനും സംസ്ഥാനത്തിനും ഗുണകരമായ ദീർഘകാല കരാർ എന്തിനു റദ്ദ് ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴല്ലേ നമ്മുടെ ഇന്നത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു കാരണമാകുന്നത്. അപ്പോ ഇനി നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ പറ്റും? ഇവിടെ നമ്മളെല്ലാം പറഞ്ഞു. ഇത് ഞാൻ പറയുന്നു, ഇത് കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ ഉണ്ടായ ഒരു സംഭവമല്ല. ഇപ്പോ കഴിഞ്ഞ 2017-18 ശേഷം സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തുന്ന കാലഘട്ടമാണിത്. ഇത് ജൂലൈ ആയി. ഇതുവരെ നമുക്ക് മൺസൂൺ കാലത്ത് ലഭിക്കേണ്ട മഴയുടെ പകുതി, ഏതാണ്ട് ശരാശരി പകുതി എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 86 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് അതിനേക്കാൾ 100 ദശലക്ഷത്തിലേക്കും കടക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. ആ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ നമ്മൾ ആളുകളോട്, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ലാൽകുമാർ പറഞ്ഞത് വളരെ ശരിയാണ്. ആളുകളോട് നമുക്ക് പറയാൻ പറ്റത്തില്ല, പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. നമ്മുടെ കാറ് വൈദ്യുതി ഉപയോഗിച്ച് ചാർജ് ചെയ്യേണ്ട, നമ്മൾ AC ഇടണ്ട, നമ്മൾ TV വെക്കണ്ട, നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ആളുകൾ കേൾക്കില്ല. അവർക്ക് വൈദ്യുതി കിട്ടിയേ പറ്റുള്ളൂ. പക്ഷെ ആ വൈദ്യുതി കിട്ടണമെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇന്നായിരുന്നില്ല. അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട്, അത് ഏത് ഗവൺമെന്റ് ആയാലും തീർച്ചയായിട്ടും പുതിയ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷവും ഇത് ഉണ്ടായില്ലല്ലോ. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി വന്നിട്ട് ഇപ്പോൾ ഉണ്ടായിട്ട് പഴയ സർക്കാരിന്റെ തലയിൽ അതും വെക്കുകയാണോ? അവർ വിസ്മയം ഉണ്ടാക്കുന്ന ഗവൺമെന്റ്. കേൾക്കുന്നവർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഞാൻ മുമ്പോട്ട് വെച്ചത്. വൈദ്യുത മേഖലയിലും വൈദ്യുതി ഉത്പാദന രംഗത്തും കാര്യക്ഷമമായി പ്രവർത്തിക്കും. പക്ഷേ ഇന്നലെയും നമുക്കറിയാം, ഇന്നലെയും നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി എങ്ങനെ കുറഞ്ഞ വിലയ്ക്ക്, അതാണ് നമ്മുടെ സമീപ സംസ്ഥാനത്ത് കർണാടകയിൽ 9-8 ഇത് കറണ്ട് വിറ്റു. എന്നിട്ടും നിങ്ങൾ വാങ്ങിയില്ല. MGS അതേ സംബന്ധിച്ച് വിശദീകരിച്ചു. കർണാടക കോൺഗ്രസ് ഭരിക്കുന്നതാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ഉഭയകക്ഷി ചർച്ചയിലൂടെ ഇത് പരിഹരിച്ചൂടെ? അപ്പോൾ ഒരുപാട് അടിയന്തരമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് മൂർത്തമായി. അതൊന്നും ഉപയോഗിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്തു സിമ്പിളായി ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത്. 5 രൂപയ്ക്ക് താഴെ വൈദ്യുതി പഴയ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന അന്ന് അദ്ദേഹം ഒപ്പുവെച്ച കരാറിന്റെ മാതൃകയിൽ കേരളത്തിൽ പുതിയൊരു കരാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ്. ശരി, ശ്രീ MGS, അങ്ങനെ കിട്ടുമോ? 5 രൂപയ്ക്ക് താഴെ കറണ്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? മാത്രമല്ല ഈ 1, 2, 3 കരാറൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ആണവ നിലയങ്ങളിൽ നിന്നുള്ള കറണ്ടിന്റെ ഉപയോഗം അത് സഫീഷ്യന്റ് ആണോ? അതെങ്ങനെയാണ് അതിന്റെ ശാസ്ത്രം? ഒന്ന്, ഹോമി ജെ ഭാഭയാണ് നമ്മുടെ ഇന്ത്യൻ ആറ്റോമിക് എനർജിയുടെ പിതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ പറയുന്ന 3 സ്റ്റേജ് ആറ്റോമിക് പ്രോഗ്രാം അട്ടിമറിക്കുകയാണ് 1, 2, 3 കരാർ കൊണ്ട് ചെയ്തത്. 1, 2, 3 കരാർ ഒപ്പിട്ടത് 2008-ലാണ്. ഇപ്പോ 2007 ഒപ്പിട്ട് ഇപ്പൊ 2026 ആ 1, 2, 3 കരാറിന്റെ അടിസ്ഥാനത്തിൽ അല്ല, ഈ പറയുന്ന 20 കൊല്ലത്തിനുള്ളിൽ 1, 2, 3 കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആണവ നിലയെങ്കിലും ഇന്ത്യയിൽ വന്നോ? നമ്മുടെ കൂടംകുളം ആണവ നിലയം എന്ന് പറയുന്നത് 2005 സോവിയറ്റ് യൂണിയനായിട്ട് ഉണ്ടായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആണവ നിലയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആണവ നിലയം 1, 2, 3 കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായോ? അപ്പൊ കരാറുണ്ടാക്കിയത്, അതിന്റെ ഭാഗമായി സംഭവിച്ചത് എന്താ?
നമ്മുടെ 3 സ്റ്റേജ് ആണവ പദ്ധതി ഇല്ലാതായി. അതിൻ്റെ ഭാഗമായി ഈ ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യമില്ലാതായി. അങ്ങനെ നമുക്ക് തോറിയം ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്ന സാധ്യതയിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുന്ന അവസ്ഥ ഇല്ലാതായി. ഏകദേശം 20 കൊല്ലത്തോളം വഴിമുടക്കി നിൽക്കുന്ന ഒരു കരാറായി അത് മാറി എന്നുള്ളത് ആ സത്യം ഉണ്ടായത്. നമുക്ക് വളരെ വിശദമായി ആ ഡിബേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നില്ല എന്ന്. കേരളത്തിന്റെ പവർ കട്ടിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ആദ്യമായി ലോഡ് ഷെഡിങ്ങും പവർ കട്ട് ഉണ്ടാകുന്ന 1995-ലാണ്. 100% പവർ കട്ട്, 3.5 മണിക്കൂർ ലോഡ് ഷെഡിങ്. 96-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുന്നു. 97 നവംബർ 1-ന് നമ്മൾ ഈ പറയുന്ന പൂർണ്ണമായും പവർ കട്ടും ലോഡ് ഷെഡിങ് ഒഴിവാക്കുന്നു. 96 നവംബർ 1-ൽ പവർ കട്ട് ഒഴിവാക്കുന്നു. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും 97 നവംബർ 1-ാം തീയതി ഒഴിവാക്കുന്നു. അത് കഴിഞ്ഞ് 2001 വരെ പവർ കട്ടും ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നില്ല. 2001 ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ പവർ കട്ട് ലോഡ് ഷെഡിങ് പുനരാരംഭിച്ചു. 2001 മുതൽ 2006 വരെ ആ സംവിധാനം തുടർന്നു. 2006-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. 2006 സെപ്റ്റംബർ വരെ ആ മഴക്കാലത്ത് നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ കുറച്ചു കാലം 2006-ൽ നമുക്ക് വീണ്ടും ചെറിയ രൂപത്തിലുള്ള ലോഡ് റെസ്ട്രിക്ഷൻസ് വേണ്ടി വന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഫെബ്രുവരിയോടുകൂടി നമ്മൾ പൂർണ്ണമായും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. 2007 മുതൽ 2011 വരെ. 2011 സീസൺ എന്താ? 2011 നല്ല മഴക്കാലത്താണ് നമ്മൾ വീണ്ടും ലോഡ് ഷെഡിങ് ആരംഭിച്ചത്. 2016 മെയ് മാസം ഇലക്ഷൻ നടക്കുന്ന സമയത്തും ഇവിടെ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2016 ജൂണിൽ പുതിയ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നു. പക്ഷേ ആ സമയത്ത് നല്ല മഴ കിട്ടി, നമുക്ക് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കാൻ കഴിഞ്ഞു. പിന്നീട് 2016 മുതൽ 2021 വരെയുള്ള 26 വരെയുള്ള ഈ 10 കൊല്ലവും ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടായിട്ടില്ല കേരളത്തിൽ. അതുകൊണ്ട് പവർ കട്ടും ലോഡ് ഷെഡിങ്ങിനും കൃത്യമായിട്ടുള്ള ഈ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. UDF കാലഘട്ടം, പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും കാലഘട്ടവും LDF കാലഘട്ടം, അങ്ങനെ അല്ലാത്തതിന്റെയും കാലഘട്ടം എന്ന രൂപത്തിൽ കൃത്യമായി വിഭജിച്ചറിയാൻ കഴിയുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത് എന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ഈ പറയുന്ന രൂപത്തിൽ ദീർഘകാല കരാറ് റദ്ദാക്കി. 2015-ലാണ് ഈ കരാറ് വെക്കുന്നത്. കരാറ് പ്രകാരം വൈദ്യുതി കിട്ടിത്തുടങ്ങുന്നത് 2016-ലാണ്. 15-ൽ റെഗുലേറ്ററി കമ്മീഷന്റെ അപ്രൂവലിന് വേണ്ടി ശ്രമിച്ചു. അന്ന് ആ റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവൽ കൊടുത്തില്ല. അന്ന് UDF ഗവൺമെന്റ് നിയമിച്ച TM മനോഹരൻ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായിട്ടുള്ള റെഗുലേറ്ററി കമ്മീഷനാ. ആ കമ്മീഷൻ അതിന് അനുമതി നൽകിയില്ല. ആ അനുമതി നൽകാത്തത് 2016-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം താൽക്കാലിക അനുമതികൾ നേടിയെടുത്താണ് 23 വരെ കൊണ്ടുപോയത്. പക്ഷേ അതിനകത്ത് AG-യുടെ റിപ്പോർട്ടിന്റെയും അതുപോലെ തന്നെ B അശോകന്റെ ചില കത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കരാറിന് 2023-ൽ കമ്മീഷൻ അനുമതി നിഷേധിച്ചു. അപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയെയും കേരളം നേരിട്ടു. 2023-ൽ കരാറില്ലാതായിട്ടും 26 വരെ ലോഡ് ഷെഡിങ്ങോ പവർ കട്ട് ഉണ്ടായില്ല. 2016-ൽ 3000 മെഗാവാട്ട് ഡിമാൻഡ് ഉണ്ടായിരുന്നത് ഇപ്പം 6000 മെഗാവാട്ട് ഡിമാൻഡ് ആയിട്ടും നമ്മൾ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ മുന്നോട്ട് പോയി. ഇത് കൃത്യമായ ഇച്ഛാശക്തിയോട് കൂടിയുള്ള ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേരളത്തിനുള്ളിൽ മാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കഴിയും, ആ നിലയ്ക്ക് സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് കഴിയും എന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. നമുക്ക് എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കണം. പക്ഷെ അത്തരം സാധ്യതകൾ ഉപയോഗിക്കുന്നതിന് അതിന് പറ്റുന്ന രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവണം. ഇന്ത്യയിൽ ഇപ്പോൾ 5,15,000 മെഗാവാട്ട് ഉൽപാദന ശേഷിയുണ്ട്. ഇന്ത്യയിലെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ആകെ പീക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത് 2,60,000 മെഗാവാട്ടിൽ താഴെ, 70,000 മെഗാവാട്ടിൽ താഴെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി 5,10,000, നമുക്കുണ്ടായിട്ടുള്ള മാക്സിമം ഡിമാൻഡ് 2,70,000. അപ്പം നമുക്ക് സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് അതിന്റെ പകുതിയേ വരുന്നുള്ളൂ. പക്ഷേ വലിയ ക്രൈസിസ് രാജ്യത്തുണ്ട്. ഇതെന്തുകൊണ്ടാ? അതിന്റെ കാരണം 1991-ൽ നടപ്പാക്കിയിട്ടുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ ഏകദേശം 60% ഇപ്പം അദാനിയുടെയും അംബാനിയുടെയും ടാറ്റയുടെയും കയ്യിലാണ്. ഈ കമ്പനികൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാലാണ് ലാഭം കിട്ടുമെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഉൽപ്പാദിപ്പിക്കാതെ മറിച്ച് വെച്ച് അത് ഉൽപാദന കേന്ദ്രങ്ങൾ ഉൽപാദനം നടത്താതെ വെച്ചാലാണ് ലാഭം കിട്ടുമെങ്കിൽ അങ്ങനെയും ചെയ്യും. സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്താൽ
വില കുറയണം എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഒരു യൂണിറ്റ് വൈദ്യുതി 12 രൂപയ്ക്കും 13 രൂപയ്ക്കും വിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് കേവലം 3 രൂപയോ 4 രൂപയോ മാത്രമാണ്. 3 രൂപയ്ക്കും 4 രൂപയ്ക്കും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 12 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു സാഹചര്യം ഇന്ത്യൻ വൈദ്യുതി മേഖലയിൽ, ഇന്ത്യൻ വൈദ്യുതി കമ്പോളത്തിൽ ഉണ്ടാക്കിയത് ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി വൈദ്യുതി മേഖല ഉണ്ടാക്കിയിട്ടുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ വൈദ്യുതി കമ്പോളം എന്ന് പറയുന്ന ഒരു കരിഞ്ചന്തയാണ്. ആ കരിഞ്ചന്തയോട് പോരാടുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടത്. അതിൻ്റെ അകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൂടിയാണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. തീർച്ചയായും അത് സമഗ്രമാണ്. ശ്രീ ലാൽകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിയർത്തൊലിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നിർത്താം. പക്ഷേ ഒറ്റക്കാര്യം, ഈ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പോലെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമുണ്ട്. പണ്ട് മഹാരാഷ്ട്രയിലൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ഘട്ടത്തിൽ ഈ സ്വകാര്യവൽക്കരണം ഈ വൈദ്യുതി മേഖലയിൽ ഉണ്ടാക്കിയ ആഘാതം, അവർ ഉപേക്ഷിച്ച് പോയത്, പൊതു താല്പര്യമില്ലാത്തവർ, ഇങ്ങനെ സോഷ്യോളജിക്കൽ മാനങ്ങൾ മാത്രമല്ല, ഇതിന് മറ്റ് തലങ്ങൾ കൂടിയുണ്ട് എന്നുള്ളത് വിശദീകരിക്കുന്നതാണ് ശ്രീ എം ജി സുരേഷ് കുമാർ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ സ്വകാര്യവൽക്കരണമാണ് ഇവിടെയും ഒരു പരിഹാരമായി വി ഡി സതീശന് മുമ്പോട്ട് വെക്കുന്നത്. എന്താണ് അവസാനമായി താങ്കൾക്ക്? അല്ല, വി ഡി സതീശന് എന്തൊക്കെ പ്ലാനും പദ്ധതികളും ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അത് കോൺഗ്രസ്സുകാർക്ക് പോലും UDFകാർക്ക് പോലും മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യമാണ്. കാര്യം അദ്ദേഹം എവിടെയൊക്കെ ഏതൊക്കെ തലത്തിൽ കമ്മിറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളത് കണ്ടറിയേണ്ട കാര്യമാണ്, കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്കതിനകത്ത് വലിയ സംശയമുണ്ട്. പല കാര്യത്തിനും അദ്ദേഹം ഏത് തലത്തിലായിരിക്കും, ഏത് തരത്തിലായിരിക്കും പെരുമാറാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അദ്ദേഹം CP രാജശേഖരൻ പറഞ്ഞപ്പം ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അപ്പം കൈപൊക്കിയത് യഥാർത്ഥത്തിൽ സുരേഷ് കുമാർ അതിൻ്റെ ഉത്തരം ഒരു തലത്തിൽ പറഞ്ഞു. കാര്യം എത്ര ആണവ നിലയങ്ങളാണ് അമേരിക്കയുമായി നമ്മൾ ഒരു കരാർ ഒപ്പിട്ടതിൻ്റെ ഭാഗമായി ഉണ്ടായത്? ഒന്നും തന്നെ ഉണ്ടായില്ല. എന്തായിരുന്നു അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വാദം? അത് ഈ ഒപ്പിടണ്ടെന്നുള്ളതായിരുന്നോ വാദം? ഒപ്പിടുന്നതിൻ്റെ കണ്ടീഷനായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ആ ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ഒരു ലയബിലിറ്റിയും ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അബ്സല്യൂട്ട് ലയബിലിറ്റി, സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ് ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഭോപ്പാൽ ദുരന്തം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട ഈ സമൂഹത്തിലെ ജനങ്ങൾ നേരിട്ട ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഒരു കാരണവശാലും ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് യൂണിയൻ കാർബൈഡ് പോയ പോലെ ഇവിടുത്തെ കമ്പനികൾ പോകരുത് എന്നുള്ള ഒരു വലിയ താല്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് ആ കരാറുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ചത്. ഇവരിൽ നിന്ന് UPA സർക്കാരിൻ്റെ സപ്പോർട്ട് വിഡ്രോ ചെയ്തത്. ആ വിഡ്രോ ചെയ്തതിന് ഒരു ലാർജർ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അവിടെയും പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് ഇല്ലായ്മയില്ല, അത് എപ്പോഴും ഇവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. പറഞ്ഞല്ലേ, ഇവർ വിഡ്രോ ചെയ്തു, പിന്നെ ഇവർ കണ്ടിന്യൂ ചെയ്തു, സൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടും അമേരിക്ക എന്താ പറഞ്ഞത്? അമേരിക്ക നമ്മളെ ഒറ്റ പ്ലാന്റ് പോലും വന്നിട്ടില്ല, ഒറ്റ പ്ലാന്റ് പോലും. പിന്നെ റഷ്യ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൂടംകുളവും അതുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റഡ് കാര്യങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യു ട്രൈ ടു സോൾവ് ഇറ്റ്. ആ ട്രൈ ടു സോൾവ് എന്ന് പറയുന്നത് ഒരു ജെനുവിൻ വില്ലിങ്നെസ്സിൻ്റെ ഭാഗമായിട്ട് ആ ട്രൈ ആയിരിക്കണം. അല്ലാതെ ആൾക്കാരങ്ങ് അനുഭവിച്ചോട്ടെ, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് പ്രൈവറ്റുകാരനെ കൊണ്ടുവരാം, പ്രൈവറ്റുകാരൻ പിന്നെ ശരിയാക്കുമ്പം അവിടുന്ന് കമ്മീഷൻ മേടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതൊരു സൊല്യൂഷനല്ല. അത് കൂടുതലും ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിരിക്കും, വിരുദ്ധമായിരിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തി. തീർച്ചയായും അതാണ്. അതായത് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി സമൃദ്ധമായതിൻ്റെ 10 വർഷക്കാലത്ത് നിന്ന് ഇപ്പോഴേക്കെത്തുമ്പോൾ പൊടുന്നനെ ഈ ഇരുട്ട് പടരുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അടിയന്തരമായ ഇടപെടലാണ് വേണ്ടത്. പഞ്ഞം പറഞ്ഞ് കൈമലർത്തുകയല്ല ഭരണകൂടം ചെയ്യേണ്ടത്. അടിയന്തരമായ ഇടപെടൽ വേണം. പവർ കട്ടിൻ്റെ കാര്യത്തിൽ അടക്കം പ്രാഥമിക കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യേണ്ടതിൽ. ഇതാണ് ഈ ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ മുമ്പോട്ട് വെക്കാനാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.